So we were having the discussion related to reciprocating pumps. Now, what are all the topics that we have discussed till last session? We understand different scenarios related to reciprocating pumps. That means we now know about single acting pumps. We also know about double acting reciprocating pumps. We know the discharge related to single acting reciprocating pumps. Same way discharge related to double acting reciprocating pump. Then that too we know about Q theoretical and Q actual. And we know about slip. We know about percentage slip. We know how to calculate the work done. We know how to calculate the minimum power required. Power minimum, we know the expression for those things. So all these things theoretically we have covered the sections. Now, as part of your numerical or tutorial sections, we will just go through a basic numerical. Can you see the image that I have shared? It's a question. Are you able to see that? Yes, sir. Yes, sir. Take down the question. A question എഴുതിയെടുക്കുക. I'll read out the question. A single acting reciprocating pump running at 50 rpm delivers 0.01 meter cube per second of water. The diameter of the piston is 200 mm and the stroke length is 400 mm. Determine first one the theoretical discharge of the pump, second one coefficient of discharge, and third one slip and the percentage slip of the pump. Question എഴുതിയോ? Yes. Okay, Adarsh Manohar ഉണ്ട്. Adarsh Manohar. Adarsh Manohar ഉണ്ടോ? ആദർശ് മൈക്ക് ഓൺ ആക്കി. അറ്റൻഡൻസ് പറയുമ്പോൾ നീ എന്തായാലും മൈക്ക് ഓൺ ആക്കാറില്ല. ആദർശ് മനോഹർ.
ഓക്കെ. മുഹമ്മദ് ഷെഹസാദ്. ഓക്കെ. മുഹമ്മദ് ഷെഹസാദേ, ഓ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറ എന്തൊക്കെയാ ഗിവൺ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഗിവൺ ഡാറ്റ? നോട്ട് ക്ലിയർ. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ഗിവൺ ഡാറ്റ? സമീർ സമീറിൽ പെട്ടെന്ന് പറ. എനിക്ക് സ്ക്രീന് കാണുന്നില്ല. നീ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലേ? നോക്കിയിട്ട് പറ എന്തെല്ലാം ഗിവൺ എന്ന് പറ. ഗിവൺ ഡാറ്റ എന്തൊക്കെയാന്ന് പറ. ഞാൻ പറ ഏതാ? സ്പീഡ് എന്താ വാട്ട് ഈസ് asked to find out? What are the things you have to find out? First ആണ് എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ല ആദ്യം? സ്പീഡ് അല്ല, ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറഞ്ഞ തിയറിറ്റിക്കൽ ഡിസ്ചാർജോ? ഓക്കെ. അല്ല, എന്നോട് ചോദിക്കുമല്ലോ വേണ്ട, ഞാൻ നിന്നോട് ചോദിക്കുവായില്ല. തിയറിറ്റിക്കൽ ഡിസ്ചാർജ്. തിയറിറ്റിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ പറ. തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ALN/60 എന്നോട് ചോദിക്കുമല്ലോ വേണ്ട, ഞാൻ നിന്നോട് ചോദിക്കുവായില്ല. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ALN/60 ഉണ്ടാവണം. ഇനി അതൊക്കെ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനില് RPM 50 പിന്നെ സ്പീഡ്. RPM എന്ന് പറഞ്ഞാൽ RPM എന്താണ്? എന്താണ് ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഗിവൺ വാല്യൂ ഏതാ? RPM എന്നുള്ളത് എന്താണ്? NL സാർ ക്ലിയർ ആയിട്ടില്ല. ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പിന്നെ ഡയമീറ്റർ ആണ് D. എന്തിന്റെ ഡയമീറ്റർ തന്നിട്ടുള്ളത്? പിസ്റ്റന്റെ ഡയമീറ്റർ. എന്നോട് ചോദിക്കുമല്ലോ വേണ്ടത്, ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കുകയും. പിസ്റ്റന്റെ ഡയമീറ്റർ. ഇനി ഞാനിത് പറയില്ല കേട്ടാ. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ. ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ എടുക്കുന്ന ടോപ്പിക് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ എന്താ? ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ ഉള്ളിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ ഉണ്ട്. ഇതാണ് പിസ്റ്റൺ. പിസ്റ്റണും പിസ്റ്റണും റോഡും ഉണ്ട്. ഈ പിസ്റ്റൺ റോഡിന്റെ അറ്റം കണക്ടിംഗ് റോഡിലേക്കും റാങ്കിലേക്കും ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡെലിവറി വാൾവ്, ഇവിടെ സെക്ഷൻ വാൾവ്. സോ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആണ്. ഇതേ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ തന്നെയാണ് ഡയമീറ്റർ ഓഫ് സിലിണ്ടർ. ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാലും ഡയമീറ്റർ ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ
ഡയമീറ്റർ ഓഫ് സിലിണ്ടറിന് വരെ ഇന്നർ ഡയമീറ്റർ ഓഫ് സിലിണ്ടറും ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇതേ സാധനത്തിന്റെ ഡയമീറ്റർ ഓഫ് ബോർ എന്നും പറയും, BOR, ബോർ ഡയമീറ്റർ എന്ന് പറയും. ഇതൊക്കെ ഒന്നാണ്. സോ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ ഈസ് ഗിവൺ ആസ് വാട്ട്? എത്ര വാല്യൂ എത്രയാ? ഷഹസാദ് പോയാ? ഇല്ല, പോയിട്ടില്ല. എത്രയാണ് ഡയമീറ്റർ ഓഫ് പിസ്റ്റണിന്റെ വാല്യൂ? എത്രയാ? ടു ഹൺഡ്രഡ് mm. 200 mm. എത്ര മീറ്ററാ? 0.02. എന്ന് പറഞ്ഞാല് 0.2 മീറ്റർ ആണ്. ഷഹസാദെ 0.2 ആയിരുന്നു. അല്ല, 0.02 ആയിരുന്നു. സോറി. അപ്പൊ ഡി അത് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഡി ആണ്. സോ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ ആവാം, ഡയമീറ്റർ ഓഫ് സിലിണ്ടർ ആവാം, ഡയമീറ്റർ ഓഫ് ബോർ ആവാം. ഏത് രീതിയിൽ പറഞ്ഞാലും അത് ക്യാപിറ്റൽ ഡി ആണ്. അതെല്ലാം ഒന്നാണ്. ഓക്കെ, വേറെ എന്താ വന്നിട്ടില്ല? അടുത്തെന്താ ഷഹസാദ് വന്നിട്ടില്ല? ഷഹസാദ്, ആ ക്വസ്റ്റ്യനിൽ 2 സെന്റൻസേ ഉള്ളൂ. അല്ല, ഒറ്റ സെന്റൻസ്, 2 സെന്റൻസേ ഉള്ളൂ. സാർ, ഡാറ്റ ഞാൻ എത്ര സമയം ചോദിക്കുന്നത്? സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് പറ. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് ലെങ്ത് 0.01. ശരി, ഈ പിസ്റ്റൺ ഈ പോയിന്റിലേക്ക് സഞ്ചരിക്കുന്ന ദൂരം ഇതാണ് L. ഇതേ L തന്നെയാണ് നമ്മൾ ഇവിടെ ഡയമീറ്റർ ഓഫ് ദി ക്രാങ്ക് ആയിട്ടും L = 2R എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം L ആണ്. സോ ലെങ്ത് ഓഫ് സ്ട്രോക്ക് L ഈസ് ഗിവൺ ആസ് 400 mm. 400 mm എന്ന് പറഞ്ഞാൽ 0.4 മീറ്റർ. ഇനി എന്താ വന്നിട്ടില്ലേ? ഇനി എന്താ തോന്നിട്ടുണ്ടോ? ഷഹസാദിനോട് ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വൃത്തിക്ക് വായിച്ചാട്ടെ. A single acting reciprocating pump running at 50 rpm delivers 0.01 meter cube per second. അത് നീ കാണുന്നില്ല? ക്യൂ ഉണ്ട്. എന്താ അത്? ഡിസ്ചാർജ് അല്ലേ അത്? അതായത് Q = 0.01 meter cube per second. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതെന്ത് ക്യൂ ആണ്? നിങ്ങളോട് തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നത് ഒരു ഡിസ്ചാർജ് ആണ്. അപ്പൊ ഇതെന്ത് ഡിസ്ചാർജ് ആയിരിക്കും? എത്ര ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട്? എത്ര ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ട് ഷഹസാദെ? 2. ഏതല്ല? ഒന്ന് ആക്ച്വൽ, രണ്ടാമത്തതോ? മറ്റേ തിയററ്റിക്കൽ. അപ്പൊ ഇതില് ക്വസ്റ്റ്യനിൽ തന്ന ഡിസ്ചാർജ് ഏതാണ്? ആക്ച്വൽ അല്ല. ആക്ച്വൽ ആണ്. ആക്ച്വൽ അല്ലേ എന്നല്ല, ആക്ച്വൽ ആണ്. കാരണം അതിന്റെ ഫസ്റ്റ് എവിഡൻസ് പറഞ്ഞാല് തിയററ്റിക്കൽ ഡിസ്ചാർജ് നമ്മളോട് കണ്ടുപിടിക്കാനോ പറഞ്ഞില്ല. അപ്പൊ തന്നത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആയിരിക്കൂല. മറ്റൊരു ഡിസ്ചാർജേ ഉള്ളൂ. രണ്ടാമത് ക്വസ്റ്റ്യനിൽ ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് ഡെലിവറിംഗ് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഡെലിവേഴ്സ് ഇത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര ലിറ്റേഴ്സ് പെർ മിനിറ്റ്, ഇത്ര ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പർ ഇത്ര ഡെലിവറി ചെയ്യുന്നു എന്ന രീതിയിലാണ് സെന്റൻസ് ഫോം ചെയ്ത് എഴുതിയിട്ടുള്ളതെങ്കിൽ
the data which is given in that format in the question is always actual discharge. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഷഹസാദെ പറ, നമ്മൾ ഫസ്റ്റ് വൺ തിയറട്ടിക്കൽ ഡിസ്ചാർജിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഷഹസാദെ, ഷഹസാദ് പോയാ? എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? ഹലോ, എങ്ങനെ കണ്ടുപിടിക്കുക? തിയറട്ടിക്കൽ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം ഏരിയ കണ്ടുപിടിച്ചിട്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഏരിയ മാത്രമാണ്. വി ഹാവ് നെവർ ഡിസ്കസ്ഡ് എനിത്തിങ് റിഗാർഡിംഗ് ഏരിയ ഓഫ് സക്ഷൻ പൈപ്പ് ഓർ ഏരിയ ഓഫ് ഡെലിവറി പൈപ്പ്. നമുക്കുള്ള ഒറ്റ ഏരിയ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ ഏരിയ ഈ ഭാഗത്തെ ഏരിയ മാത്രമാണ്. ഈ ഭാഗത്തുള്ള എന്താണ്? സിലിണ്ടറാണ്. അപ്പൊ സിലിണ്ടറിന്റെ ഏരിയ 5/4 എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ഓൺലൈൻ ക്ലാസ്സിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലാസ്സിലൊരു 20 ആളുണ്ടെങ്കിൽ 2 ആൾ ശ്രദ്ധിക്കും, ബാക്കി ആരും ശ്രദ്ധിക്കൂല. പക്ഷെ നിങ്ങൾക്കെല്ലാം എപ്പോഴും പരാതിയാണ്, ഇത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇതില്ല. ഇല്ലാത്തതിനെ പറ്റി എപ്പോഴും പരാതിയാണ്. ഈ കിട്ടുന്ന ക്ലാസ്സിന് നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല, ഒരു വസ്തു ആർക്കും അറിയില്ല. ഒരു ദിവസം ഇതേപോലെ ചോദ്യം ചോദിച്ചാൽ ഒന്നിക്കൽ മൈക്ക് ഓൺ ആക്കാണ്ട് വെക്കും. ആദർശ് മനോഹർ ഒക്കെ ചെയ്യുന്ന പോലെ മൈക്ക് ഒരിക്കലും ഓൺ ആക്കില്ല. അറ്റൻഡൻസ് പറയാൻ വേണ്ടി മാത്രം ആദർശ് മനോഹർ മൈക്ക് ഓൺ ആക്കും. കാരണം ധൈര്യമില്ല. ഒരു ചോദ്യത്തിന് പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള മിനിമം ധൈര്യം പോലും ഇല്ല. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കണം, എന്നാലേ ഉണ്ടാവും. അതാണ് ആദർശ് മനോഹർ ഒരിക്കലും മൈക്ക് ഓൺ ആക്കാത്തത്. അറ്റൻഡൻസ് പറയുമ്പോൾ ഓൺ ആക്കും കറക്റ്റ് ആയിട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് വേണം. ഓൺലൈൻ ക്ലാസ്സിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്ത സാധനം നമ്മൾ യൂട്യൂബിൽ ഇടണം. ഇതിനൊക്കെ സ്റ്റാഫ് നെറ്റ് ചെലവാക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇന്റർനെറ്റ് വെറുതെ കിട്ടുന്നതാണ്. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഇന്റർനെറ്റ് ഇല്ല, ക്ലാസ് കേൾക്കാൻ ഇന്റർനെറ്റ് ഇല്ല, അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ ഇന്റർനെറ്റ് ഇല്ല. പക്ഷെ ട്രോൾ ആക്കുന്നതിന് ഇന്റർനെറ്റ് ഉണ്ട്, ഇതിനെല്ലാം കുറ്റം പറയുന്നതിന് ഇന്റർനെറ്റ് ഉണ്ട്. എല്ലാവരും ഇന്റർനെറ്റും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കിട്ടുന്ന സൗകര്യം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് 5 പൈസേന്റെ വിലയില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ എന്താ പറയാ, ജോലി ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അതിന് ക്ലാസ് എടുക്കുന്നതിന് ഒരു മുട്ട് വരുത്താൻ പാടില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പം വരുത്താൻ പാടില്ല. അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ വ്യൂ ഞാൻ കാണലുണ്ട്, നമ്പർ ഓഫ് വ്യൂസ് ഗംഭീരാണ്. നിങ്ങളെ ക്ലാസ്സിന്റെ പുറത്തുള്ള ആൾക്കാരും കൂടി കാണലുണ്ട് നടക്കുന്നുണ്ട്. കാരണം അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, നമ്പർ ഓഫ് വ്യൂസ് വീഡിയോന്റെ അത്ര അധികമാണ്. യൂട്യൂബ് പരാതി പറയുന്നു കൂടുതലാകുന്ന നമ്പർ ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ട്. അത്രയും ഗംഭീരമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന്റെ ഗിവൺ എന്താന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ 10, 15, 20 മിനിറ്റ് ചെലവാക്കും. ഫോർത്ത് സെമസ്റ്ററിൽ പഠിക്കുന്ന മെക്കാനിക്കൽ സ്റ്റുഡൻസ്. എന്തായാലും ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5/4 d²ആണ്. ആരെങ്കിലും 5/4 d² ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരുമോ? കൈമേൽ കാൽക്കുലേറ്റർ ഉള്ള ആരെങ്കിലും ചെയ്താൽ മതി. പറഞ്ഞു തരും ഇതൊന്നും. 0.0314.
0.0314 meter square. good. Very good. Directly you can find out discharge. ALN by 60 that is 0.0314 multiplied by length area 0.4, speed area 50 whole divided by 60. എത്ര വാല്യൂ കിട്ടുന്നു ചെയ്തിട്ട് പറഞ്ഞു തരുമോ? വാല്യൂ ഓഫ് ക്യൂ തിയറട്ടിക്കൽ 0.01046. 0.01046 meter cube per second. അത് മറക്കാൻ പാടില്ല. This is theoretical discharge. ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യനിൽ ഗിവൺ ആക്ച്വൽ ഡിസ്ചാർജ് 0.01, ഇവിടെ 0.01046. ഓക്കെ, ഇതിന്റെ കൂടുതൽ വാല്യൂ പറഞ്ഞാൽ പറയാൻ പറ്റും. ഇനി ഹൗ? സോ ദിസ് ഈസ് തിയറട്ടിക്കൽ ഡിസ്ചാർജ്, ദിസ് ഈസ് ആക്ച്വൽ ഡിസ്ചാർജ്. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടുപിടിച്ചു, ക്യൂ തിയറട്ടിക്കൽ കണ്ടുപിടിച്ചു. സെക്കൻഡ് വൺ, വാട്ട് ഈസ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? ആർക്കെങ്കിലും അറിയാം? CD. CD ആണെന്ന് എനിക്ക് പറയാം. അതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അതിന്റെ റിലേഷൻ അറിയാം. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. Q actual divided by Q theoretical. Q actual എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നു 0.01 divided by Q theoretical. What we have found out just now 0.01046. So CD എന്താ കിട്ടുന്നതെന്ന് പറയുമോ? .95. Okay, 0.95. That is C. ഇനി നിങ്ങൾ ചോദിച്ചിട്ടില്ല എന്താ അടുത്തത്? സ്ലിപ്പ് ആൻഡ് പെർസെന്റേജ് സ്ലിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെർസെന്റേജ് സ്ലിപ്പ് ചോദിച്ചിട്ടില്ല എങ്കിലും ഇഫ് യു ആർ ഫൈൻഡിങ് ഔട്ട് സ്ലിപ്പ്, ഓൾവേസ് അതിന്റെ പെർസെന്റേജ് വാല്യൂ കൂടി അവിടെ എഴുതി വെക്കുക, ചോദിച്ചാലും ഇല്ലെങ്കിലും. കാരണം സ്ലിപ്പ് ഇൻ ജനറൽ ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ്. സോ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സ്ലിപ്പ്? Slip is the difference between actual and theoretical and actual discharge. So slip is nothing but Q theoretical minus Q actual. Very simple problem. Very simple. 0.01046 minus 0.01. So slip in the value 30 on the variable. 0 something with 0.0. 4 6 ആണ് 4 5 ആണ്. എത്ര വരിക? meter cube per second. Slip ഇതാണെങ്കിൽ പെർസെന്റേജ് സ്ലിപ്പ് എന്തായിരിക്കും? പെർസെന്റേജ് സ്ലിപ്പ് is usually expressed as Q theoretical minus Q actual divided by Q theoretical multiplied by 100. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഇങ്ങനെ ഞാൻ പറഞ്ഞത് 1 minus CD into 100 എന്ന് എഴുതാം. കാരണം if you expand this factorial, this fraction expand ചെയ്ത് ഇവിടെ 1 വരും minus Q actual by Q theoretical വരും. Q actual by Q theoretical is CD. So percentage slip എത്ര കിട്ടുമെന്ന് പറയോ? വാല്യൂ
5. Okay, okay, 5% വരും. This was the question and this was the answer. I am presenting one more question. ഷെയർ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. This one is about a double acting reciprocating pump. ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? Sir. See, double acting reciprocating pump running at 40 rpm is discharging 1 meter cube of water per minute. The pump has a stroke of 400 mm. The diameter of the piston is 200 mm. The delivery and suction head are 20 meters and 5 meters respectively. Find the slip of the pump and power required to drive the pump. Question എഴുതിയാ? Yes, sir. Okay. The scenario is completely changed. Completely changed means small changes in the current. Now this is the case of a double acting pump. Given it is running at 40 rpm. So N is given 40 rpm. Its discharge and is discharging 1 meter cube per water per minute time. So discharge given Q actual is 1 meter cube per minute time. 1 meter cube per minute. Our meter cube per minute standard unit. Meter cube per second on a standard unit. So this should be equal to 1 by 60 meter cube per second. In each question, meter cube in liters per minute. Q actual can be given in liters per minute. Liters per minute എങ്ങനെ മാറ്റാം? ഈ കിട്ടുന്നതിനെ ബൈ 60 ചെയ്താൽ ഇതെന്തായി മാറും? ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആയി മാറും. അതിനെ ബൈ 1000 ചെയ്താൽ മീറ്റർ ക്യൂബ് ബൈ സെക്കൻഡ് ആവും. കാരണം നമുക്കറിയാം എത്രയാണ് 1 മീറ്റർ ക്യൂബ് ഇസിക്കൽ ടു 1000 ലിറ്റേഴ്സ് അല്ലേ? എഴുന്നേലും കാണുന്നുണ്ടോ? Sir. ഹലോ. ഈ തരത്തിൽ യൂണിറ്റ് വന്നാൽ യു ഹാവ് ടു ചേഞ്ച് അക്കോർഡിംഗ്ലി. അതാണ് ഈ പറഞ്ഞത്. ഇവിടെ ഇത് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. അതിനെ ജസ്റ്റ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
it will become meter cube per second. So Q actually is given. It is discharging. Okay, the pump has a stroke of 400 mm. Stroke of 400 mm, it is nothing but stroke length. So this is 0.4 meters. The diameter of the piston is 200. Again, capital D is 200. 0.2 meters. The delivery and suction head are 20 meters and 5 meters. Delivery head HS is equal to 20 meters. Suction head HS is equal to 20 meters. Delivery head XD is equal to 5 meters. Long suction pipe, short delivery വാൾവാണ്. കാരണം സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ, സക്ഷൻ പൈപ്പിന്റെ അതായത് സമ്പ് ലെവൽ മുതൽ സെന്റർ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വരെയുള്ള ഹൈറ്റ് ആണ്. അതുപോലെ സെന്റർ ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ മുകളിലേക്കുള്ള ഹൈറ്റ് ആണ് ഡെലിവറി ഹെഡ് പറഞ്ഞത്. ഇങ്ങനെ ആ രണ്ട് സാധനം അല്ല, സോറി, ഡെലിവറി ആൻഡ് സക്ഷൻ ഹെഡ്സ് നേരെ മാറിപ്പോ. സോറി, ദിസ് ഈസ് 5 meters and this is 20 meters. So ഡെലിവറി ആണ് കൂടുതൽ. Now, you are supposed to find the slip of the pump and power required. Power required slip ആണ് കണ്ടുപിടിക്കുന്നത്. സ്ലിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. സ്ലിപ്പ് കണ്ടുപിടിക്കുന്നത് ക്യൂ ആക്ച്വലും ക്യൂ തിയറട്ടിക്കലും വേണം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ലിപ്പ് കണ്ടുപിടിക്കാം. ക്യൂ ആക്ച്വൽ ഉണ്ട്, ക്യൂ തിയറട്ടിക്കൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ALN/60 ആണ്. ALN/60 എന്ന് പറയുന്നത് ഏരിയ, സോറി, ALN/60 എന്താണ്? ദിസ് ഈസ് the general theoretical discharge for a single acting pump. നമ്മളുടെ കേസ് ഡബിൾ ആക്ടിംഗ് പമ്പാണ്. സോ ഡബിൾ ആക്ടിംഗ് പമ്പിൽ ബേസിക്കലി നമ്മൾ എങ്ങനെയായിരുന്നു എഴുതേണ്ടത്? ALN/60 നല്ല എഴുതേണ്ടത്. നമുക്ക് വരുന്നത് രണ്ട് ഭാഗം വരും. ഒന്ന് ALN/60 വരും, കാരണം രണ്ട് ഭാഗത്തെ ഡിസ്ചാർജ് ഇല്ല. ഒന്ന് പിസ്റ്റണിന്റെ ഇപ്പുറത്തെ ഭാഗവും പിന്നെ പിസ്റ്റണിന്റെ മറ്റേ സൈഡ്. അവിടെ വരുന്നത് എന്താണ്? അവിടെ എന്തായിരുന്നു വന്നിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? ഡബിൾ ആക്ടിംഗ് പമ്പിന്റെ ഡിസ്ചാർജ് എങ്ങനെയാ വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇന്നലെ എഴുതി ഇതൊന്നും ആർക്കും ഓർമ്മയില്ലേ? എങ്ങനെയായിരുന്നു വന്നത് ഡബിൾ ആക്ടിങ്ങിന്റെ? ഇതിനോട് എന്ത് വേണം? മറ്റേ ഏരിയയും കൂടി വേണമല്ലേ? ആ സൈഡിലെ ഏരിയ A1 ആണെങ്കിൽ ALN/60 കൂടി വെക്കാം. ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 5/4 d² ആയിരിക്കും. ഇത് A1 ആണ്. മറ്റേ സെക്കൻഡ് ഏരിയ എന്തായിരിക്കും? 5/4 d² മൈനസ് സ്മോൾ d² ആയിരിക്കും. A1 എന്ന് പറഞ്ഞാൽ കാരണം പിസ്റ്റൺ റോഡിന്റെ ഡയമീറ്റർ ഹലോ സാർ. സാറേ കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ഇപ്പൊ? ആ സാർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ സാർ. ഓക്കെ, സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രീതിയിൽ ആക്ച്വലി ഡബിൾ ആക്ടിംഗ്, ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ഡബിൾ ആക്ടിംഗ് പമ്പിന്റെ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്.
but nothing is mentioned about small d. That is, പിസ്റ്റന്റെ ഡയമീറ്ററിന്റെ ഭാഗത്തിനെ പറ്റി ഒന്നും, പിസ്റ്റൺ റോഡിന്റെ ഡയമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ പോകുന്നതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇൻ ജനറൽ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അതായത് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ഓഫ് ഡബിൾ ആക്ടിംഗ് ആകുമ്പോൾ ട്വൈസ് ദാറ്റ് ഓഫ് മറ്റേതായിരിക്കും 2AlN/60. സോ ഈ രീതിയിൽ കണ്ടാൽ വി വിൽ ഗെറ്റ് തിയറട്ടിക്കൽ. സോ സ്ലിപ്പ് കണ്ടുപിടിക്കാൻ ഇനി ബുദ്ധിമുട്ടില്ല. സ്ലിപ്പ് ഈസ് ഈക്വൽ ടു Q തിയറട്ടിക്കൽ മൈനസ് Q ആക്ച്വൽ ആണ് സ്ലിപ്പ് വരുന്നത്. ഇനി ഇതിൽ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ എന്താണ്? വാട്ട് വാസ് ദ റിലേഷൻ ഫോർ പവർ? പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ എഴുതിയിരുന്നു, അതായത് ജനറൽ ഇക്വേഷൻ ഫോർ സിംഗിൾ ആക്ടിംഗ് പവർ ഇറ്റ് വാസ് റോ ഇൻറ്റു ജി ഇൻറ്റു ക്യൂ. അല്ലെ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? AlN/60 ആണ്. ഫോർ സിംഗിൾ ആക്ടിംഗ് പവർ അത് ഞാൻ എഴുതുന്നത്. ഇത് മൾട്ടിപ്ലൈഡ് ബൈ എന്തായിരുന്നു? ഹൈറ്റ് ആണ്, HS plus HB. അതിനാണ് ഇവിടെ ഡെലിവറി ഹെഡും സക്ഷൻ ഹെഡും തന്നിട്ടുള്ളത്, HS plus HB. Now, since this is the case of a double acting pump, നമ്മൾ rho g AlN/60 പവർ 2AlN/60 ആണ്. And ഇത് ബേസിക്കലി പവർ മിനിമം ആണ്, അല്ലെങ്കിൽ മിനിമം പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് ആണ്. കാരണം ആക്ച്വൽ പവർ ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ ലോസസിനെ പറ്റി ആലോചിക്കേണ്ടി വരും. Nothing is given related to friction losses. That means friction loss, head loss due to friction in suction pipe, head loss due to friction in delivery pipe. ഇതൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ പവർ കിട്ടൂ. സോ നിങ്ങൾ പവർ എഴുതുമ്പോൾ പവർ മിനിമം എഴുതുക. കാരണം ഇവിടെ എന്താ, നമുക്ക് ഈ ഹെഡ്, സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും മാത്രം തരുന്നത്. നത്തിങ് ഈസ് മെൻഷൻ അബൌട്ട് ലോസ്. സോ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ ഒബ്റ്റെയിൻ ദി പവർ ഓൾസോ. സ്ലിപ്പ് കണ്ടുപിടിച്ചാൽ പെർസെന്റേജ് സ്ലിപ്പും കൂടി കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ ന്യൂമറിക്കൽ ക്ലിയർ ആണോ? യെസ് സർ. സാറേ പവറിനൊന്നുകൂടി പറയോ?